തലശ്ശേരി കടൽപ്പാലം പരിസരത്തെ അനധികൃത പെട്ടിക്കടകൾ നീക്കം ചെയ്തു. നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും കടൽപ്പാലം പരിസരത്ത് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിവരുന്ന ഉന്തുവണ്ടികളും പെട്ടിക്കടകളുമാണ് അധികൃതർ ഒഴിപ്പിച്ചത്. തലശ്ശേരി നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും കടൽപ്പാലം പരിസരത്ത് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഉന്തുവണ്ടികളും പെട്ടിക്കടകളുമാണ് അധികൃതർ ഒഴിപ്പിച്ചത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 22ഓളം കടകളാണ് പൂർണ്ണമായും നീക്കം ചെയ്തത്. സ്ഥലത്തെത്തിയ നഗരസഭാ ജീവനക്കാർ ഉന്തുവണ്ടികളും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഉപ്പിലിട്ട പഴവർഗ്ഗങ്ങളും മറ്റും ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. വരും ദിവസങ്ങളിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നടപടികൾ തുടരുമെന്ന് നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ അറിയിച്ചു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COD ഷബീർ, ക്ലീൻ സിറ്റി മാനേജർ C സുരേഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ എന്നിവർ ഒഴിപ്പിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകി. അതേസമയം നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നിർധനരായ തൊഴിലാളികളെയാണ് അധികൃതർ വഴിയാധാരമാക്കിയതെന്ന പരാതിയും ഉയരുന്നുണ്ട്. 40-40 കൊല്ലമായിട്ട് ഞാൻ പലഹാരം ബേക്കറികളിലൊക്കെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ കൊണ്ടൊരു ഇതാകുന്നില്ല. ഞാൻ കുറേ കാലം വാടകയ്ക്ക് 14-നും 15-നും വാടകയ്ക്ക് നിന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഒരു 4 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഞാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു വീടെടുത്തു. അത് 5,000 ഉറുപ്പ്യ വാടക കൊടുക്കുന്ന ഒരു 25,000 ഉറുപ്പ്യ മാസത്തിൽ ലോൺ അടക്കാൻ ചൊല്ലി എൻ്റെ മോളെ വീട്ടിൽ ആധാരാക്കി ലോണ് കതിരൂർ സഹകരണ ബാങ്കിൽ നിന്ന് ഞാൻ എടുത്തു. അത് കുറച്ച് കാലം കൊറോണ വന്നേരെ കുറേ അടക്കാണ്ടായി. പിന്നെ അതിൻ്റെ മേലെ കുറേ നിർത്തി നയിച്ചിട്ട് പിന്നെ രണ്ടാമത് ഇപ്പോൾ അടക്കാണ്ടായിട്ട് വീട് 10 ലക്ഷം ഉറുപ്പ്യ പണയത്തിന് കൊടുത്തിട്ടാണ് ഞാൻ ഈ ലോൺ അടിച്ച് തീർന്ന് ഈ 10 ലക്ഷവും കൊടുക്കണം, എന്നാലേ വീട് എൻ്റെതാവും. നമ്മളെപ്പോലത്തെ ആൾക്ക് കൊടുത്തില്ല. പിന്നെ ആരിക്കാ മുനിസിപ്പാലിറ്റി ആരിക്കാ കൊടുക്കാൻ? കച്ചവടക്കാർക്കാ അല്ലെ മറ്റുള്ളവർക്കാ? ആരിക്കാ കൊടുക്കാൻ? നമ്മളിവിടെ തലശ്ശേരി നാട്ടിൽ ജനിച്ചിനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ആരാൻ്റെ അടിമത്തം ചുമക്കല്ല. നമുക്കൊരു നിയമം, ജീവിതം വേണ്ടേ? നമുക്കൊരു സന്തോഷം വേണ്ടേ? പിന്നെ ഞാനിവിടെ കൊറോണ വന്നപ്പോൾ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിട്ട് 10 ലക്ഷം കടമായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് ഉപ്പിലിട്ട് കച്ചവടം നടത്തുന്നതാണ്. ഒരു ആത്മഹത്യ വക്കി നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ ഇവിടെ ഈ ടേബിൾ ഇട്ടിട്ട് വിൽക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഭർത്താവിനും മകൾക്കും ഒന്നും അസുഖങ്ങളാണ്. സ്ഥിരം മരുന്ന് വാങ്ങണം രണ്ടാക്കും. ഞാനെന്ന ഒരു വ്യക്തി മാത്രമേ ഇതിന് ആശ്രയമുള്ളൂ. ഇതിനെന്തായാലും സർക്കാർ ആരാണ് നിയമപാലകർ ആരായാലും ഞങ്ങൾക്കൊരു പരിഹാരം കാണണം. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഞങ്ങളെ ജീവിക്കാനൊന്ന് അനുവദിച്ചാൽ മതി. വേറൊന്നും ഞങ്ങൾക്ക് ആരോടും പറയാനില്ല, പരാതിയില്ല. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.